കോഴിക്കോട് ലഹരി കാരിയർമാരായ വിദ്യാർത്ഥികൾ പിടിയിൽ. വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബൈക്ക് മോഷണ കേസിലാണ് ഇവർ പിടിയിലായത്. 9-10 ക്ലാസ് വിദ്യാർത്ഥികളായ ഇവർ സ്ഥിരമായി ലഹരി കാരിയർമാരായി പ്രവർത്തിച്ചവരാണെന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ഈ പ്രായമാണ് ഞെട്ടിക്കുന്നത്. 9-10 ക്ലാസ്സിലെ കുട്ടികളാണ് ഇവർ. ഒപ്പം ഈ ബൈക്ക് മോഷണം എന്നുള്ളത് ലഹരി വിൽപ്പനയ്ക്കുള്ള പണം സമാഹരിക്കാനായിരിക്കും, അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ശബരി, തീർച്ചയായും അങ്ങനെ തന്നെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണിത്. ഒരു ബൈക്ക് മോഷണം എന്നതിന് അപ്പുറത്ത് അത് ലഹരി കരിയർമാരായി ഇടയ്ക്ക് പ്രവർത്തിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം. അതായത് വിദ്യാർത്ഥികളെ ലഹരി കരിയർമാരായി കൃത്യമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയുള്ള ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് എടുത്തിട്ടുള്ളത്. മാത്രവുമല്ല, ഈ വടകരയിലും സമീപ പ്രദേശങ്ങളിലും സ്കൂളുകളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എന്നത് തന്നെ വളരെ ഗൗരവമായി തന്നെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. 6 ബൈക്കുകളാണ് ഇവർ മോഷ്ടിച്ചത്. ഇത്തരത്തിൽ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ കടത്തുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ബൈക്കുകൾ മോഷ്ടിച്ചതെന്ന് പോലീസ് കരുതുന്നു. അതുപോലെ തന്നെ ഈ മോഷണത്തിന് ഇത്തരം ബൈക്കുകളാണ് ഉപയോഗിക്കുക, മോഷ്ടിച്ച ബൈക്കുകളാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഇത്തരം 6 ബൈക്കുകൾ മോഷ്ടിച്ചിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഈ പിന്നീട് ഈ ബൈക്കുകൾ രൂപമാറ്റം വരുത്തി വ്യാജ നമ്പർ ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ലഹരി ഉൾപ്പെടെ കടത്തുന്നതിന് ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ജുവനൈൽ നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഗൗരവമായിട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് അതിൽ ലഹരി കടത്തുന്ന ഒരു പുതിയ വിവരം. എന്തായാലും വലിയ ജാഗ്രതയോടെ ആണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ ജുവനൈൽ നിയമങ്ങൾ അനുസരിച്ച് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ശരി, രതീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.